ഹലോ മുത്തുമണികളെ, എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നല്ലോ അല്ലേ? അപ്പോൾ എന്നത്തെയും പോലെ നല്ല അടിപൊളി കുഞ്ഞു കുഞ്ഞു ടിപ്സുകളായിട്ടാണ് ഇന്ന് ഞാൻ വന്നിരിക്കുന്നത്. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ എല്ലാവരും കാണാൻ ശ്രമിക്കണം കേട്ടോ. അതേപോലെ നിങ്ങൾക്കറിയാവുന്ന കുഞ്ഞു കുഞ്ഞു ടിപ്സുകളൊക്കെ ഷെയർ ചെയ്യാനും മറക്കരുത്. ഒന്നാമത്തെ ടിപ്സ് എന്ന് പറയുന്നത്, ഇപ്പം മഴക്കാലമായതുകൊണ്ട് തന്നെ നമ്മൾ ഈ പയറ് അതേപോലെ പരിപ്പൊക്കെ ഇട്ട് വെക്കുന്ന ബോട്ടിലുണ്ടല്ലോ, കഴുകി ഉണക്കാനൊന്നും കഴിയുന്നില്ലെങ്കിൽ എന്ത് ചെയ്യുക, ബോട്ടിലേക്ക് കുറച്ച് വിനാഗിരി ഒഴിച്ച് കൊടുക്കുക കേട്ടോ. എന്നിട്ട് എന്ത് ചെയ്യുക, ഒരു ടിഷ്യോ അല്ലെങ്കിൽ ഒരു കോട്ടനോ എന്തെങ്കിലും വെച്ച് നന്നായിട്ടൊന്ന് തുടച്ച് കൊടുക്കുക. അതിന് ശേഷം നമ്മൾ പയറും അതേപോലെ ചെറുപയറോ പരിപ്പോ എന്ത് വേണേലും നമുക്കതിൽ ഇട്ട് വെക്കുക കേട്ടോ. പിന്നെ എന്താണ്, പ്രാണികളൊന്നും വരികയില്ല, നല്ലൊരു സ്മെല്ലും ആയിരിക്കും കേട്ടോ. അപ്പോൾ ഇതേപോലെ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കേ. ഇനി അടുത്ത ടിപ്സ് എന്താണെന്ന് നോക്കാം കേട്ടോ. അപ്പം നമ്മൾ വീട്ടിലൊക്കെ ദോശക്കും അതേപോലെ ഇഡ്ഡലിക്കൊക്കെ മാവ് ഉണ്ടാക്കൂല, ആ ഒരു മാവ് ബാക്കി വന്നാൽ എന്ത് ചെയ്യുക, നമ്മൾ ഇതേപോലെ കൈമലൊക്കെ തേച്ച് ഒന്ന് സ്ക്രബ് ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ നമ്മൾ വീട്ടിലുണ്ടാകുന്ന മാവ് തന്നെ ഉപയോഗിക്കണം കേട്ടോ. നമ്മൾ അപ്പക്കാരൊക്കെ ഉപയോഗിച്ചതൊന്നും നമ്മൾ ചെയ്യാൻ പാടില്ല. അപ്പം ഞാനിതിൽ ചോറും ഉഴുന്നും മാത്രം അരിയും മാത്രമേ ചേർത്തിട്ടുള്ളൂ. എന്ത് ചെയ്യുക, ഇതേപോലെ കൈമലും മുഖത്തൊക്കെ ഒന്ന് സ്ക്രബ് ചെയ്ത് കൊടുത്താൽ നല്ലൊരു ഗ്ലേസിങ്ങും അതേപോലെ നമ്മൾ പുറത്തൊക്കെ പോയിട്ട് ടാൻ അടിച്ച് ആ ഒരു പ്രശ്നങ്ങളൊക്കെ മാറിക്കിട്ടാൻ സഹായിക്കും കേട്ടോ. ഇനി അടുത്ത ടിപ്സ് എന്താണെന്ന് നമുക്കൊന്ന് കണ്ടുനോക്കാം കേട്ടോ. നമ്മളെ വീട്ടിലൊക്കെ അച്ചാർ ഇട്ടേക്കുന്ന കുപ്പികൾ ഉണ്ടാവില്ലേ, ആ ഒരു കുപ്പി നമ്മൾ എത്ര അച്ചാർ കഴിഞ്ഞതിന് ശേഷം എത്ര പ്രാവശ്യം കഴുകിയാലും ആ ഒരു സ്മെല്ല് പോകില്ലേ അല്ലേ? അപ്പോൾ ഇതേപോലെ ഒന്ന് ചെയ്ത് നോക്കൂ കേട്ടോ. അപ്പം ഞാനിതൊരു പേപ്പർ എടുത്തിട്ടുണ്ട്, എമ്മയിലേക്കൊന്ന് തീ കത്തിച്ച് കൊടുക്കുകയാണ് കേട്ടോ. അതിന് ശേഷം ആ ഒരു തീ ഞാൻ ഈ ഒരു കുപ്പിയിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. പെട്ടെന്ന് തന്നെ അടച്ചു കൊടുക്കുക കേട്ടോ. അപ്പം തന്നെ തീ കെടും, പക്ഷെ പുക അതിൻ്റെ ഉള്ളിൽ ഉണ്ടാവും കേട്ടോ. ഇനി കുറച്ച് സമയം നമുക്ക് എന്ത് ചെയ്യാം, ഇത് ഇതേപോലെ ഇങ്ങനെ തന്നെ വെച്ച് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഒരു 2-3 മിനിറ്റ് നമുക്ക് ഇതേപോലെ തന്നെ വെച്ച് കൊടുക്കുക. അതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യുക, അതിൻ്റെ മൂടി തുറന്ന് നോക്കാം കേട്ടോ. ഇതുപോലെ നമ്മൾ ചെയ്യുകയാണെങ്കിൽ അതിന് ശേഷം നന്നായിട്ടൊന്ന് ക്ലീൻ ചെയ്തെടുത്താൽ ഈ ഒരു സ്മെല്ല്, ഈ ഒരു അച്ചാറിൻ്റെ സ്മെല്ല് പിന്നെ ഉണ്ടാവില്ല കേട്ടോ. ഇനി അടുത്ത ടിപ്സ് എന്താണെന്ന് നോക്കിയാൽ, നമ്മൾ വീട്ടിലൊക്കെ പൈപ്പിൻ്റെ ഒരു സൈഡിൽ ടൈലൊക്കെ ഇട്ട ഭാഗത്ത് നന്നായിട്ട് പൂപ്പൽ പിടിച്ചിട്ടുണ്ടാവില്ലേ, മഴക്കാലല്ലേ, എത്ര നമ്മൾ കേകിയാലും ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാവും. അപ്പോൾ അതൊന്ന് പെട്ടെന്ന് പോകാനുള്ള ഒരു ഐഡിയ ആണ് കേട്ടോ. അതേപോലെ ഒരു സ്പോഞ്ച് എടുക്കുക കേട്ടോ. സ്പോഞ്ച് എടുക്കുക, എന്നിട്ട് എന്ത് ചെയ്യുക, ഒന്ന് പിന്നെ എന്തെങ്കിലും ഒരു സോപ്പ് പൊടിയോ എന്തെങ്കിലും ഒന്ന് ഉപയോഗിച്ചിട്ട് ജസ്റ്റ് ഒന്ന് തുടച്ചെടുത്താൽ മാത്രം മതി കേട്ടോ. പൂപ്പലൊക്കെ പെട്ടെന്ന് തന്നെ പോയി കിട്ടും. പിന്നെ നമ്മൾ എന്തെങ്കിലും ബ്രഷ് ഇട്ട് കഴുകുന്നതിലും ഒന്നും കൂടി എളുപ്പമായിട്ട് തോന്നിയിട്ടോ ഇത്, അതുകൊണ്ടാണ് കേട്ടോ ഒന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ച്. അപ്പോൾ നമ്മൾ ഇതിനായിട്ടൊരു സ്പോഞ്ച് കരുതുകയാണെങ്കിൽ ഒന്നും കൂടി നമുക്ക് ഇതേപോലെ ചെയ്തെടുക്കാൻ ഈസി ആയിരിക്കും കേട്ടോ. കണ്ടോ, നല്ല ക്ലീൻ ആയിട്ട് കിട്ടും കേട്ടോ. ഒന്ന് ജസ്റ്റ് ഒന്ന് വൈപ്പ് ചെയ്ത് കൊടുത്താൽ മാത്രം മതി. അതിന് ശേഷം ഞാൻ വെള്ളമൊക്കെ ഒന്ന് തുടച്ച് ക്ലീൻ ചെയ്ത് നിങ്ങൾക്ക് കാണിച്ച് എത്രത്തോളം ആ പൂപ്പലൊക്കെ പോയിട്ടുണ്ട് എന്ന് കണ്ടോ. അപ്പോൾ ഇവിടെ മാത്രമല്ല കേട്ടോ, നമ്മൾ ഈ യൂറോപ്യൻ്റെ ക്ലോസറ്റ് ഉണ്ടല്ലോ, ക്ലോസറ്റിൻ്റെ മുകൾ ഭാഗവും അതേപോലെ താഴെ ഭാഗം ഉണ്ടല്ലോ, സൈഡിലുള്ള ആ ഒരു ഭാഗങ്ങളൊക്കെ നമുക്ക് എന്ത് ചെയ്യുക, ഇതേപോലെ തന്നെ ചെയ്തെടുക്കുക കേട്ടോ. അപ്പോൾ ഇതിനായിട്ട് നമ്മളൊരു സ്പോഞ്ച് ഇതേപോലെ ഉപയോഗിക്കുകയാണെങ്കിൽ നല്ല വൃത്തിയായിട്ട് കിട്ടുകയും ചെയ്യും. പൂപ്പലൊക്കെ പിന്നെ നമ്മൾ അധികം സ്ട്രെയിൻ ചെയ്തിട്ട് എന്ത് ചെയ്യണ്ട, നമ്മൾ ഉരച്ച് കൊടുക്കുകയൊന്നും വേണ്ട, ജസ്റ്റ് ഒന്ന് തുടച്ചെടുത്താൽ മതി. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. ഇനി അടുത്ത ടിപ്സ് എന്ന് പറയുന്നത്, നമ്മളൊക്കെ ചിലപ്പോൾ ഇടയ്ക്കിടയ്ക്ക് കുത്തിയുള്ളൊരു ചുമ വരാണ്ട് അല്ലേ, കിടക്കാനൊന്നും കയ്യിൽ കിടക്കുമ്പോഴത്തേക്ക് കുത്തി ചുമ വന്നിട്ട് നമ്മൾ എണീറ്റിരുന്ന് പോകില്ല. ആ ഒരു സമയത്ത് നമുക്ക് ട്രൈ ചെയ്യാൻ പറ്റിയ ഒരു അടിപൊളി ഹോം റെമഡിയാണ് കേട്ടോ. അപ്പോൾ ഒരു സ്പൂണിലേക്ക് ഞാൻ കുറച്ച് ഇതാക്കുന്ന കുരുമുളക് എടുത്തിട്ടുണ്ട്, അതിലേക്ക് കുറച്ച് തേനും കൂടെ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഇത് നമ്മൾ കഴിക്കുകയാണെങ്കിൽ പെട്ടെന്ന് എൻ്റെ ചുമ നിൽക്കും കേട്ടോ. പിന്നെ നമുക്ക് വലിയ ആൾക്കാർക്കാണ് കേട്ടോ അത് ഉപയോഗിക്കാൻ പറ്റിയ. കുഞ്ഞുങ്ങൾക്കാണെങ്കിൽ എന്ത് ചെയ്യുക, തേനും ചെറുനാരങ്ങയും കൂടി മിക്സ് ആക്കി കൊടുക്കുക കേട്ടോ. അപ്പോൾ ചുമയൊക്കെ ഉള്ളവർ ട്രൈ ചെയ്ത് നോക്കുക, നല്ലൊരു അടിപൊളി റെമഡിയാണ്. ഇനി അടുത്ത ടിപ്സ് എന്താണെന്ന് നോക്കാം കേട്ടോ. നമ്മൾ ഫ്രിഡ്ജിലൊക്കെ തേങ്ങ വെച്ചിട്ടാണെങ്കിൽ 2-3 ദിവസം കഴിയുമ്പോഴത്തേക്ക് തേങ്ങ ഭയങ്കര കട്ടയായിട്ട് നമുക്ക് ചിരകിയെടുക്കാൻ ഭയങ്കര പണിയായിരിക്കും അല്ലേ. അപ്പോൾ ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളം ചൂടാക്കി അത് 2-3 മിനിറ്റ് നമ്മൾ എന്ത് ചെയ്യുക, തേങ്ങ അതിലേക്കൊന്ന് ഇറക്കി വെക്കുക കേട്ടോ. അപ്പോൾ ഇതേപോലെ ചെയ്താൽ നമുക്ക് പെട്ടെന്ന് തന്നെ തേങ്ങ ചിരകിയെടുക്കാനും നല്ല പാല് കിട്ടും കേട്ടോ. പാലെടുക്കാനൊക്കെ ഉള്ളതാണെങ്കിൽ നല്ല രീതിയിൽ നമുക്ക് ചിരകിയെടുക്കാനും കഴിയും, നന്നായിട്ട് പാലും കിട്ടും. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. ഇനി അടുത്ത ടിപ്സ് എന്താണെന്ന് നോക്കാം കേട്ടോ. നമ്മളൊക്കെ ഉരുളക്കിഴങ്ങൊക്കെ എന്തിനെങ്കിലും ആവശ്യത്തിന് നമ്മൾ വേവിക്കാൻ വേണ്ടി വെക്കൂലേ, അപ്പോൾ ആ ഒരു സമയത്ത് നമ്മൾ ഇതേപോലെ ചുറ്റും ഒന്ന് വരഞ്ഞു കൊടുക്കുകയാണെങ്കിൽ, നമുക്ക് വേവിച്ചെടുക്കുകയാണെങ്കിൽ ഇതേപോലെ തൊലി കളഞ്ഞെടുക്കാൻ ഭയങ്കര ഈസി ആയിരിക്കും കേട്ടോ. കണ്ടോ, പെട്ടെന്ന് തന്നെ തൊലി ഇതേപോലെ നമുക്ക് ഇളക്കിയെടുക്കുകയും ചെയ്യാം. അത് തന്നെയല്ല, പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടുകയും ചെയ്യും കേട്ടോ. അപ്പോൾ ഉരുളക്കിഴങ്ങൊക്കെ വേവിക്കുമ്പോൾ എല്ലാവരും ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. നല്ലൊരു അടിപൊളി ടിപ്സ് തന്നെയാണ്. ഇനി അടുത്തത് ഒരു പിന്നെ ടിപ്സ് അല്ല കേട്ടോ, ഒരു ഇലക്ട്രിക് ലൈറ്ററാണ് കേട്ടോ. അപ്പോൾ ഞാനത് ഫ്ലിപ്കാർട്ടിൽ നിന്നായിരുന്നു വാങ്ങിയത് കഴിഞ്ഞ ദിവസം. അപ്പോൾ അത് ഈ ഒരു ബട്ടൺ കണ്ടോ, അത് ലോക്ക് ബട്ടണാണ്. അതോടെ ഒന്ന് നീക്കിക്കുകയാണെങ്കിൽ നമുക്കിത് ഓൺ ചെയ്യാൻ കഴിയും. അപ്പോൾ ഇവിടെ ഒന്ന് പ്രസ് ചെയ്താൽ നമുക്കിത് കത്തിച്ചെടുക്കാം കേട്ടോ. നമുക്ക് ഗ്യാസ് മാത്രമല്ല, പുറത്ത് കാട്ടോ എന്ത് വേണമെങ്കിലും നമുക്ക് കത്തിച്ചെടുക്കാം കേട്ടോ. കണ്ടോ, ഇതേപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ
കത്തിക്കാൻ കഴിയും. അപ്പോൾ അത് ചാർജ് ചെയ്യുന്നതിനെ കൊണ്ട് നല്ലൊരു സിമ്പിളായിട്ട് തോന്നി കേട്ടോ. അപ്പോൾ ആർക്കും വേണേൽ ലിങ്ക് ഞാൻ താഴെ കൊടുക്കാം കേട്ടോ. ഇനി അടുത്ത ടിപ്സ് എന്താണെന്ന് നോക്കാം കേട്ടോ. നമ്മളൊക്കെ മുട്ട പുഴുങ്ങാൻ വെക്കാറുണ്ടല്ലേ. ചില സമയം നമ്മൾ പുഴുങ്ങാൻ വെക്കുമ്പോൾ ചിലപ്പോൾ തോടൊന്ന് ചെറുതായിട്ട് പൊട്ടിയ മുട്ടയൊക്കെ ഉണ്ടാവില്ലേ. ആ ഒരു സമയത്ത് നമുക്ക് അല്പം വിനാഗിരി ചേർത്തിട്ട് നമ്മളൊന്ന് വേവിച്ചെടുക്കുകയാണെങ്കിൽ അത് മുട്ട പൊട്ടിപ്പോവില്ല കേട്ടോ. അപ്പോൾ ചെറുതായിട്ട് പൊട്ടിയ മുട്ട ആണെങ്കിൽ അത് പുറത്തേക്ക് പിന്നെ പൊട്ടി ഒഴുകിയിട്ട് ആകെ വെള്ളത്തിലൊക്കെ നാശമായി നിൽക്കില്ലേ. അങ്ങനെയുള്ളൊരു സംഭവം ഉണ്ടാവില്ല കേട്ടോ. ഇനി നമ്മൾ ചൂടോടുകൂടി തന്നെ എങ്ങനെയാണ് മുട്ട പെട്ടെന്ന് പൊളിച്ചെടുക്കുക നോക്കാം കേട്ടോ. അപ്പോൾ ഇതേപോലെ ചെറുതായിട്ടൊന്ന് പൈപ്പ് എന്ത് ചെയ്യുക, തുറന്ന് വെച്ച് കൊടുക്കുക. അതിൻ്റെ ചുവട്ടിൽ കാട്ടിയിട്ട് നമ്മൾ ഇതേപോലെ തൊലിച്ചെടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ നമുക്ക് ഈസി ആയിട്ട് തൊലി കളഞ്ഞെടുക്കാം കേട്ടോ. അപ്പോൾ ഞാനിത് ഇതൊന്ന് പൊട്ടിച്ച് കാണിച്ചു തരാം. കണ്ടോ, ആവി പറക്കും നല്ല ചൂടുള്ള മുട്ടാണ് കേട്ടോ. അപ്പോൾ ഈസി ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, പൈപ്പ് ഒന്ന് തുറന്ന് വെച്ച് കൊടുത്താൽ ഈസി ആയിട്ട് നമുക്ക് മുട്ട പൊളിച്ചെടുക്കാൻ കഴിയും. അപ്പോൾ ഈ ഒരു ട്രിക്ക് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. ഇനി അടുത്ത ടിപ്സ് എന്താണെന്ന് കണ്ടു നോക്കാം കേട്ടോ. നമ്മളെ വീട്ടിലൊക്കെ സ്റ്റീൽ, അലൂമിനിയം, അതേപോലെ നോൺ സ്റ്റിക്കിൻ്റെ ഒക്കെ പാത്രങ്ങൾ വാങ്ങുമ്പോൾ അതിൻ്റെ മുകളിലൊക്കെ സ്റ്റിക്കർ ഉണ്ടാവും അല്ലേ. അപ്പോൾ അത് നമ്മൾ ഇതേപോലെ കൈ കൊണ്ട് ഇളക്കിയെടുക്കാൻ നോക്കിയാൽ കിട്ടേയില്ല. ഇനി അഥവാ പറിച്ചെടുക്കാൻ കഴിഞ്ഞാലും അതിൻ്റെ മുകളിൽ ഇങ്ങനെ കുറച്ച് ബാലൻസ് ഉണ്ടാവുകയും ചെയ്യും കേട്ടോ. അപ്പോൾ അത് പെട്ടെന്ന് തന്നെ ഇളകി പോരാനുള്ള ഒരു ഐഡിയ ആണ്. അപ്പോൾ ഞാനിതൊന്ന് അടുപ്പത്ത് വെച്ചൊന്ന് ചൂടാക്കുന്നുണ്ട്. ഞാനിപ്പോൾ ഗ്യാസ് തീർന്നതിനെ കൊണ്ട് ഇൻഡക്ഷനിലാട്ടോ വെക്കുന്നത്. തീ വളരെ കുറച്ച് വെക്കുക കേട്ടോ. അപ്പോൾ അതൊന്ന് ചൂടായി വരുമ്പോഴത്തേക്ക് കണ്ടോ സ്റ്റിക്കർ താനെ പൊളിഞ്ഞ് പുറത്തേക്ക് വരുന്നുണ്ട്. രണ്ടും ഞാനിതേപോലെ മാറ്റിയെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി അടുത്ത ടിപ്സ് എന്താണെന്ന് കണ്ടു നോക്കാം കേട്ടോ. അപ്പോൾ നമ്മളൊക്കെ ചപ്പാത്തി ഉണ്ടാക്കുന്ന ആൾക്കാരല്ലേ, അല്ലെങ്കിൽ രാത്രി അല്ലെങ്കിൽ രാവിലെ എപ്പോഴെങ്കിലും ചപ്പാത്തി ഉണ്ടാക്കിയിട്ട് ബാക്കി വരികയാണെങ്കിൽ ഇതേപോലെ ഒന്ന് ചട്ടി ചൂടായതിന് ശേഷം നമ്മൾ അതിൽ ഇട്ട് കൊടുത്തിട്ട് കുറച്ച് വെള്ളം, പച്ചവെള്ളം കേട്ടോ, സാധാ വെള്ളം ഇതേപോലെ ഒന്ന് എന്ത് ചെയ്യുക, ഒന്ന് കുടഞ്ഞു കൊടുക്കുക കേട്ടോ. എന്നിട്ട് തിരിച്ചും മറിച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യുക, ഒന്ന് ചൂടാക്കി എടുക്കുക കേട്ടോ. ഇതേപോലെ നമ്മൾ ചെയ്തെടുക്കുകയാണെങ്കിൽ പത്തിരി നല്ല ചപ്പാത്തി നല്ല സോഫ്റ്റായി കിട്ടും കേട്ടോ. അത് സൂപ്പറായിട്ട് കിട്ടും എല്ലാവരും. അപ്പോൾ പിന്നെ നമ്മൾ കഴിക്കാൻ നേരം മാത്രം ഇതേപോലെ ചെയ്തെടുക്കുക കേട്ടോ. ഇനി അടുത്ത ടിപ്സ് എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ചപ്പാത്തിക്കൊക്കെ മാവ് കഴിക്കുന്ന സമയത്ത് നമ്മൾ പൊടിയൊക്കെ ആവശ്യം വരൂലേ. പൊടിയൊക്കെ നമ്മൾ അതിങ്ങനെ കുടഞ്ഞെടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്യും, പൊടിക്കും. ആ ഒരു സമയം നമ്മൾ വേറെ പാത്രത്തിലൊക്കെ പൊടി എടുത്താൽ ചിലപ്പോൾ നമ്മളെ കയ്യിൽ നനവൊക്കെ തട്ടിയിട്ട് ആകെ പിന്നെ ഉപയോഗിക്കാൻ കഴിയില്ല. അപ്പോൾ ഇതേപോലത്തെ പഴയ ബോട്ടിലൊക്കെ ഉണ്ടെങ്കിൽ ഒരു പപ്പടക്കൊള്ളിയോ എന്തെങ്കിലും വെച്ചൊന്ന് ഗ്യാസ് വെച്ചൊന്ന് ചൂടാക്കിയിട്ട് അതിൽ നിറച്ച് വെച്ചിട്ടാണെങ്കിൽ നമുക്ക് നല്ലൊരു ഉപകാരമുള്ള ഒരു സംഭവം തന്നെയാണ് കേട്ടോ. അതാ ഞാനിതാ കാണിച്ചിട്ട് അതേപോലെ ഒന്ന് പൊടിഞ്ഞ് നമുക്ക് ആവശ്യത്തിനുള്ള പൊടിയെ വരികയും ചെയ്യും, വേസ്റ്റ് ആവുകയില്ല കേട്ടോ. അപ്പോൾ പത്തിരിയോ അല്ലെങ്കിൽ ചപ്പാത്തിയൊക്കെ ഉണ്ടാക്കുമ്പോൾ ഇതേപോലെ എല്ലാവരും എന്ത് ചെയ്യുക, ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. ഇനി അടുത്ത ടിപ്സ് എന്താണെന്ന് നമുക്ക് നോക്കാം കേട്ടോ. നമുക്ക് ദോശയ്ക്ക് ഇഡ്ഡലിയൊക്കെ മാവ് ഉണ്ടാക്കൂലേ, ആ ഒരു മാവ് ഉണ്ടാക്കുന്ന സമയത്ത് ബാക്കിയുള്ള മാവിലേക്ക് നമ്മൾ അല്പം പാല് ചൂടാക്കി തണഞ്ഞതിന് ശേഷം കേട്ടോ ഒഴിച്ച് കൊടുക്കുകയാണെങ്കിൽ മാവ് എന്താവില്ല, പുളിച്ചു പോകില്ല കേട്ടോ. കഴിഞ്ഞ ദിവസം കഴിഞ്ഞ വീഡിയോയിൽ വേറൊരു ടിപ്സ് ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ അതുകൂടി ഒന്ന് കണ്ടു നോക്കണം കേട്ടോ. അപ്പോൾ അതിൽ ഞാൻ വായൻ്റെലായിരുന്നു ഇട്ടത്. ഇത് ഞാൻ വേറൊരു ടിപ്സാണ്. അപ്പം ഇതാക്കുന്ന ചൂടാക്കി ആറിയ പാല് ഇതിലേക്ക് കുറച്ച് ഒരു 1/4 ഗ്ലാസ് ഉണ്ടാവും കേട്ടോ. അത്രയും ചേർത്തെടുത്ത് നന്നായി മിക്സ് ചെയ്ത് കൊടുത്താൽ ഈ മാവിനി പുളിച്ചു പോകില്ല കേട്ടോ. ഇനി അടുത്ത ടിപ്സ് എന്താ നമുക്കൊന്ന് കണ്ടു നോക്കാം കേട്ടോ. നമ്മൾ ഉരുളക്കിഴങ്ങിൻ്റെ മസാലകളൊക്കെ ഉണ്ടാക്കൂലേ, മസാലക്കറികളൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് ഇതേപോലെ ഉള്ളിയും തക്കാളിയൊക്കെ വാട്ടി ഉരുളക്കിഴങ്ങൊക്കെ വേവിച്ചിട്ട് അതിന് ശേഷം നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യുക, അപ്പോൾ ഞാൻ ഈ കയ്യിലൊന്ന് മാറ്റി കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇതിനെ കൊണ്ട് ഇളക്കാൻ കഴിയുന്നില്ല. അതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യുക, കുറച്ച് അധികം വേണ്ട, ഒരു 1/4 ടീസ്പൂണിൻ്റെ അടുത്ത് മതിയാവും കേട്ടോ. ചിക്കൻ്റെ മസാല ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ നല്ലൊരു അടിപൊളി ടേസ്റ്റും അതേപോലെ നല്ലൊരു സ്മെല്ലും ആണ് കേട്ടോ. അപ്പോൾ ഞാനിതാ ഒരു 1/4 ടീസ്പൂൺ ചേർത്തെടുത്തിട്ടുണ്ട്. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ്. അതിനുശേഷം കുരുമുളകിൻ്റെ പൊടിയാണ് കേട്ടോ ഇട്ടെടുത്ത്. അധികം എരിവാക്കുന്നില്ല, മക്കളൊക്കെ ഉള്ളതിനെ കൊണ്ട് അധികം എരിവ് ഇട്ടാൽ അവർക്കൊന്നും കഴിക്കാൻ പറ്റില്ലല്ലോ. അപ്പം ഇതേപോലെ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക, നല്ല സൂപ്പറായിട്ടുള്ള ടേസ്റ്റാണ്. അപ്പം ഒരു വട്ടം തന്നെ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. അപ്പം നിങ്ങൾക്ക് അറിയാൻ പറ്റും. ഇനി അടുത്തത് നമ്മളെപ്പോലെ യൂട്യൂബേഴ്സിനൊക്കെ ഉള്ളൊരു അടിപൊളി ട്രൈപോഡാണ് കേട്ടോ. ഞാനിത് പുതിയതായിട്ട് വാങ്ങിയതാണ്. വലിയ വില ഒന്നുമില്ല, 1000 രൂപയിൽ താഴെയുള്ള ബഡ്ജറ്റിലുള്ള ഒരു ട്രൈപോഡാണ് കേട്ടോ. നല്ല അടിപൊളിയാണ്, നല്ല സ്റ്റാൻഡും കാര്യങ്ങളൊക്കെ നല്ല ഹൈറ്റും ഒക്കെ ഉണ്ട്. അപ്പം ആർക്കെങ്കിലും വേണമെങ്കിൽ ഞാൻ ലിങ്ക് താഴെ കൊടുക്കാം കേട്ടോ. നല്ല യൂസ്ഫുൾ ആയിട്ടുള്ളൊരു അടിപൊളി ട്രൈപോഡ് തന്നെയാണ്. പിന്നെ വലിയ വിലയില്ല. പിന്നെ ഈ ഒരു സംഭവം കണ്ടോ, ഈ ഒരു റൊട്ടേറ്റിംഗ് ഇതിൻ്റെ കൂടെ കിട്ടൂല കേട്ടോ. ഞാൻ എക്സ്ട്രാ വാങ്ങിയതാണ്. ഇനി അടുത്ത ടിപ്സ് എന്താണെന്ന് നമുക്കൊന്ന് കണ്ടു നോക്കാം കേട്ടോ. അപ്പം നമ്മൾ ചപ്പാത്തിയൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് നമ്മൾ ചപ്പാത്തിയൊക്കെ കുഴച്ചെടുക്കുമ്പോൾ കയ്യിലൊക്കെ ആകെ നാശമാവില്ല. അതൊക്കെ ഉള്ള ഒരു അടിപൊളി ടിപ്പാണ്. അപ്പം ഞാൻ ചപ്പാത്തിൻ്റെ പൊടിയിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും ഒരു 2 ടീസ്പൂണ് ഓയിലും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ.
അപ്പോൾ അതും കൂടെ ചേർത്ത് ഞാൻ ആവശ്യത്തിനുള്ള കുറച്ച് ഒരു ഇളം ചൂടുവെള്ളമാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത് ഇതിലേക്ക്. അപ്പം അധികം ചൂട് വേണ്ട, ഒരു ഇളം ചൂടുവെള്ളം കേട്ടോ. നിങ്ങൾക്ക് വേണം പച്ചവെള്ളം ചേർത്ത് കൊടുക്കുക, കുഴപ്പമില്ല. എന്നാലും ഞാനിപ്പം ചൂടുവെള്ളമാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. അങ്ങോട്ട് ചേർത്ത് ഒരു കയ്യിൽ വെച്ചിട്ട് ഇതേപോലെ കയ്യിലിൻ്റെ കണ കൊണ്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി എടുക്കുകയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ആദ്യം കൈ കൊണ്ട് എന്ത് ചെയ്യരുത്, കുഴച്ചെടുക്കരുത് കേട്ടോ. ഇതേപോലെ കയ്യിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി എടുക്കുക. അതിനുശേഷം കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഇതൊന്ന് മിക്സ് ആക്കി എടുക്കുക. ഓവർ വെള്ളമായി പോകാൻ പാടില്ല കേട്ടോ. അങ്ങനെ ആകുമ്പോൾ കൈമ്പിൽ നന്നായിട്ട് ഒട്ടിപ്പിടിക്കാൻ സാധ്യത ഉണ്ട്. അപ്പം കുറച്ച് വെള്ളം ഒഴിച്ച് ഞാനിതൊന്ന് റെഡിയാക്കി എടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അത് ഞാൻ ഇത് കയ്യിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി ഫുള്ള് റെഡിയാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഇത് കൈ വെച്ചിട്ട് തന്നെ നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം കേട്ടോ. അപ്പോൾ ഇതേപോലെ കയ്യിൽ വെച്ചിട്ട് നമ്മൾ നന്നായിട്ട് ഇളക്കിയിട്ട് കൈ വെച്ചിട്ട് കുഴച്ചെടുക്കുകയാണെങ്കിൽ നമ്മളെ കൈമേൽ എന്താവില്ല, പത്തിരിൻ്റെ മാവ് തീരെ ഒട്ടിപ്പിടിക്കൂല കേട്ടോ. അപ്പോൾ ചപ്പാത്തിയൊക്കെ ഉണ്ടാക്കുമ്പോൾ, ചപ്പാത്തി മാത്രമല്ല നമ്മൾ അരിൻ്റെ പത്തിരി ആയാലും ഉണ്ടാക്കുമ്പോൾ എല്ലാവരും ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. പിന്നെ ശ്രദ്ധിക്കേണ്ടത് എന്താ വെച്ചാൽ വെള്ളം ഓവറായി പോയാൽ കയ്യിൽ ഒട്ടിപ്പിടിക്കാൻ സാധ്യത ഉണ്ട്. അപ്പം നമ്മൾ എന്ത് ചെയ്യുക, വെള്ളം ആവശ്യത്തിനനുസരിച്ച് നോക്കിയിട്ട് കുഴച്ച് റെഡിയാക്കി എടുക്കുക കേട്ടോ. അപ്പോൾ കയ്യിൽ ഒട്ടും ഒട്ടിപ്പിടിക്കില്ല. ഞാനിപ്പോൾ ഇതിലേക്ക് കുറച്ച് ഓയിലും കൂടെ ചേർത്ത് ഒന്നും കൂടി ഒന്ന് സ്മൂത്താക്കി എടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ എൻ്റെ കൈ കാണിച്ചു തരാം. അപ്പോൾ ഇതിൽ കൈമേൽ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും, ഒട്ടും നമ്മളെ കയ്യിൽ എന്താവില്ല, ഈ ഒരു പത്തിരിപ്പൊടി ഒട്ടിപ്പിടിക്കൂല. ജസ്റ്റ് ആ പൊടി ഒന്ന് ഇതാവേ ഉള്ളൂ. അതൊന്ന് ജസ്റ്റ് ഒന്ന് തട്ടിയാൽ തന്നെ അങ്ങോട്ട് പോകും കേട്ടോ. അത്രയും പൊടിയേ നമ്മളെ കൈമേൽ എന്താവുള്ളൂ, പിടിക്കുള്ളൂ കേട്ടോ. അതും ഒട്ടി പിടിക്കുകയല്ല, ജസ്റ്റ് പൗഡർ പോലെ ഇങ്ങനെ ആയി നിൽക്കുകയുള്ളൂ കേട്ടോ. അപ്പോൾ ഇതേ നോക്കിയേ, ഞാനിത് കുഴച്ചെടുത്തതിന് ശേഷം എൻ്റെ കൈ ഞങ്ങൾക്ക് കാണിച്ചു തരാം. കണ്ടോ, ഒട്ടും ഒട്ടി പിടിക്കില്ല കേട്ടോ. അപ്പോൾ എല്ലാവരും ഇതേപോലെ തന്നെ ഒന്ന് പത്തിരിയൊക്കെ ഉണ്ടാക്കുമ്പോൾ ട്രൈ ചെയ്ത് നോക്കുക. നല്ലൊരു അടിപൊളി ടിപ്സ് തന്നെയാണ്. ഇനി നമ്മൾ ചപ്പാത്തിക്കുള്ള മാവ് കുഴച്ച് കഴിഞ്ഞാൽ എന്ത് ചെയ്യണം, ഒരു അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കണം കേട്ടോ. നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല, തുറന്ന് വെക്കാൻ പാടില്ല കേട്ടോ. അതേപോലെ എന്തെങ്കിലും ഒരു അടപ്പ് വെച്ചിട്ട് നന്നായിട്ട് അടച്ച് വെക്കുക കേട്ടോ. അപ്പോഴാണ് നമ്മൾ ചപ്പാത്തി നല്ല സോഫ്റ്റ് ആയി കിട്ടുള്ളൂ കേട്ടോ. മറ്റു നല്ല ഉറപ്പായി പോകും കേട്ടോ ചപ്പാത്തി. ഇനി അടുത്ത ടിപ്സ് എന്താ നോക്കാം കേട്ടോ. ഞാനൊരു പാത്രത്തിലേക്ക് ഒരു 1/2 ടീസ്പൂണ് കുരുമുളകിൻ്റെ പൊടി എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഞാൻ 1 ടീസ്പൂൺ വെളിച്ചെണ്ണയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. 1 ടീസ്പൂൺ വെളിച്ചെണ്ണയും കൂടെ ചേർത്ത് നമുക്ക് എന്ത് ചെയ്യുക, ഇത് നന്നായിട്ടൊന്ന് എന്ത് ചെയ്യുക, മിക്സ് ചെയ്തെടുക്കുക കേട്ടോ. ഈ ഒരു മിക്സ് നമ്മൾ തലയോട്ടിൽ നന്നായിട്ട് തേച്ച് പിടിപ്പിച്ചാൽ നമ്മളെ തലയിൽ ഉണ്ടാകുന്ന താരന്, അതേപോലെ താരൻ കൊണ്ടുണ്ടാകുന്ന ചോർച്ചിൽ എല്ലാം മാറാൻ സഹായിക്കും കേട്ടോ. ഒരു അടിപൊളി ടിപ്സ് തന്നെയാണ്, എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. അപ്പോൾ ഇന്നത്തെ ടിപ്സ് ഇത്രയൊക്കെയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, അതേപോലെ ഷെയർ ചെയ്യുക. നല്ല നല്ല ടിപ്സുകളൊക്കെ നിങ്ങൾക്ക് അറിയുന്നത് ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഇതുപോലുള്ള നല്ല നല്ല വീഡിയോസുമായിട്ട് വീണ്ടും കാണാം. ബൈ ബൈ, ടേക്ക് കെയർ.